മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ജീവിതത്തിൽ അഭിനയം ഭംഗിയായി ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ പലതും സ്വന്തമാക്കാൻ കഴിയും. സ്വന്തമാക്കിയതിനെ അതിലും എളുപ്പത്തിൽ പറ്റിക്കാൻ കഴിയും. പക്ഷേ അതൊന്നും അധികകാലം നിലനിർത്താൻ കഴിയില്ല. അങ്ങനെ നിലനിൽക്കാതെ പോകുന്ന ആ ബന്ധത്തിൽ നഷ്ടം സംഭവിക്കുന്നത് അങ്ങനെയൊരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാൾക്ക് മാത്രമാണ്. അതിലൊരാളാവാതിരിക്കുക. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചേർത്തി നിർത്തിയവരും പിന്നീട് ഉപേക്ഷിച്ചു പോയവരും തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും അവർക്ക് വേണ്ടി കാത്തിരിക്കരുത്. അവരെയോർത്ത് സമയം കളയരുത്. ആവശ്യമില്ലെന്ന് തോന്നുമ്പോൾ ഉപേക്ഷിക്കുന്ന, ആവശ്യം വരുമ്പോൾ തേടി വരുന്ന മനുഷ്യരെ വിശ്വസിക്കാതിരിക്കുക. എന്നും വേദന സമ്മാനിക്കുന്ന ഓർമ്മകളാണ് അവർ തരുന്ന സമ്മാനം. ഭക്തരെ, മടുത്തവരുടെ അടുത്ത് എത്രയൊക്കെ യാചിച്ചാലും തിരിച്ചു കിട്ടുന്നത് അവഗണന മാത്രമായിരിക്കും. സത്യസന്ധത ഉള്ളവർക്ക് ദേഷ്യം അധികമായിരിക്കും. ക്ഷമയുള്ളവർക്ക് സഹതാപം അധികമായിരിക്കും. ചതിക്കുന്നവർക്ക് നുണകൾ സത്യം പോലെ പറയാനും കഴിയും. മറ്റൊരാളോട് തോന്നുന്ന പ്രതികാരം അത് മറക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതാണ് നിങ്ങൾക്ക് അയാളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതികാരം. വ്യാജമായ ഒരു വാഗ്ദാനത്തേക്കാൾ നല്ലതാണ് വ്യക്തമായ തിരസ്കാരം. ഭക്തരെ, ജീവിതത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ആയതിനാൽ നിങ്ങളെ സന്തോഷിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരുമായി ആ നിമിഷങ്ങൾ പങ്കുവയ്ക്കുക. ഒന്നിനോടും അമിതമായി അടുക്കാതിരിക്കുക. കാരണം ഈ ഭൂമിയിൽ എല്ലാം താൽക്കാലികമാണ്. മറവി കൊണ്ട് മുറിവുണക്കാം എന്നത് വേദനിപ്പിച്ചവരുടെ മാത്രം വ്യാമോഹമാണ്. വേദനയേറ്റവൻ്റെ ഓർമ്മകൾക്ക് കാലം മൂർച്ച കൂട്ടുന്നു. ഭക്തരെ, ആവശ്യത്തിലധികം ആരുടെയും ജീവിതത്തിൽ അവകാശമോ അധികാരമോ കാണിക്കാതിരിക്കുക. സ്വയം വേദനിക്കാതിരിക്കാനും നാണം കെടാതിരിക്കാനും ഏറ്റവും നല്ലത് അത് തന്നെയാണ്. തുറന്നു പറയേണ്ട കാര്യങ്ങൾ തുറന്നു തന്നെ പറയുക. അതൊരു തുടക്കമായേക്കാം, അല്ലെങ്കിൽ അവസാനവും. സുഖമാകാനുള്ള മരുന്ന് എപ്പോഴും മധുരമാകണമെന്നില്ല. കരുതലുള്ള വാക്കുകൾ എപ്പോഴും സുഖകരവുമല്ല. ഭക്തരെ, ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്നും ഒരിക്കലും വേഗത്തിൽ മാഞ്ഞു പോകില്ല. കാരണം ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഭക്തരെ, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരുടെ വാക്കുകളിലും പ്രവർത്തികളിലും തകർന്നു പോകുന്ന നിങ്ങളുടെ ഹൃദയവും കണ്ണുനീരും മഹാദേവൻ കാണുന്നുണ്ട്. എല്ലാ ദുരിതങ്ങൾക്കപ്പുറം പ്രപഞ്ചനാഥൻ നിങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം കാത്തുവച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്കതിന് അല്പം ക്ഷമ വേണമെന്ന് മാത്രം. എല്ലാം കൃത്യമായ സമയത്തു തന്നെ നിങ്ങളിലേക്ക് എത്തുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. ആ മഹാദേവൻ ഒരിക്കലും തൻ്റെ ഭക്തരെ കൈവെടിയുകയില്ല. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.